ഹായ്, ഞാൻ റബി. ലൂക്ക ക്ലബിന്റെ ജേഴ്സി ലോഞ്ചിങ്ങിന്റെ പ്രദർശനമായി ഞാൻ ഡെക്സ്പോർട്ടിൽ വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അതേ ഡ്രീമുള്ള കുറേ പേര് ഇവിടെ ലൂക്കാന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഡ്രീം, ഒരു പൊസിഷനിൽ എത്തണം, ഇന്നൊരു ഏജിൽ, ഇന്നൊരു ഇയറിൽ ഇവിടെ എത്തുന്നൊരു വാശുണ്ടെങ്കിലേ നമ്മളെന്താ പറയുക, ആ ഒരു പൊസിഷനിൽ എത്തുള്ളൂ. അത് നിങ്ങളെന്താ പറയുക, ഡിസിപ്ലിൻ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ടൈം സ്പെൻഡ് ചെയ്യണം, ഫോണിലായാലും ഫുഡിലായാലും. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളൊരു മൈൻഡ് വേണം, ഇതിൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഇത് നല്ലതാണോ മോശമാണോ എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിന് വാശി വേണം കളിക്കാൻ. കാരണം ഫുട്ബോൾ പറഞ്ഞ ഒരു വാശിയാണ്. ഇന്നൊരു പൊസിഷനിൽ എത്തണം എന്നൊരു വാശി ഉണ്ടെങ്കിലേ ആ ഒരു അപ്പോഴാണ് നമ്മളെന്താ പറയുക, നമ്മളെ ഡിസിപ്ലിൻ ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മളത് ഗ്രൗണ്ടിൽ അത് കാണിക്കുള്ളൂ. ആ വാശിയിലാണ് ആ ഒരു പൊസിഷൻ. ഞാനിപ്പോൾ 5 വർഷമായി എന്താ പറയുക ISL കളിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ Under-23 കളിച്ചു, ഏഷ്യ ഗെയിംസ് കളിച്ചു. ഇതിനും മുന്നേ ഞാൻ ലൂക്കയ്ക്ക് വേണ്ടി 1 വർഷം കളിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ISL കളിക്കണം, നാഷണൽ ടീം കളിക്കണം. ഇത് നമ്മൾ ഇവിടെ കളിക്കുന്ന ക്ലബ്ബ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇതൊന്നല്ല എന്താ പ്രാധാന്യം. നമ്മളതിന് ഡെഡിക്കേഷൻ ആണോ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനുള്ള നമുക്ക് ദൈവം തരും, അതിനുള്ള നമ്മൾ സ്റ്റേജിൽ എത്തും ചെയ്യും. അപ്പം ഞാൻ ആ ടൈമിൽ ലോക്കൽ ഉള്ള ടൈമിൽ തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടും കോച്ചായാലും സ്റ്റാഫായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടും നല്ല ടീമായിട്ടായാലും എല്ലാം അടിപൊളിയായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഹൈദരാബാദിൽ ട്രയൽസ് കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്ത്, റിസർവിൽ ജോയിൻ ചെയ്തത്, അവിടുന്ന് നാഷണൽ ടീമിലെത്തിയത്. അപ്പോൾ ഇതിനെല്ലാം വഴി ഒരുക്കിയത് ലൂക്കയാണ്. നിലവിൽ ലൂക്കയിൽ ക്യാമ്പ് ചെയ്യുന്നവർക്കും ഇനി വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.